ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. മുഖ്യമന്ത്രി കേസ് തർക്കത്തിൽ മഞ്ഞുരുകുന്നു. അലോഷ്യസ് സേവ്യറിന് കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നൽകിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. നാളെയോ മറ്റന്നാളോ അലോഷ്യസ് സേവ്യർ മുഖ്യമന്ത്രിയെ കണ്ടേക്കും. റോഷി ബാലി വാർത്തയുടെ വിവരങ്ങൾ നൽകും. റോഷി, സമാനതകളില്ലാത്ത വലിയ തർക്കത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു. അത് മുഖ്യമന്ത്രിയും അലോഷ്യസ് സേവ്യറും തമ്മിലുള്ള ഒരു തർക്കം എന്നതിനേക്കാൾ ഉപരി കോൺഗ്രസിനുള്ളിൽ വലിയ ചേരിപ്പോര് രൂപപ്പെട്ടിരുന്നു. ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാവുകയാണോ, മഞ്ഞുരുകയാണോ? അങ്ങനെയാണ്. നേരത്തെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് മുൻകൈയെടുത്താണ് മുഖ്യമന്ത്രിയും KSU സംസ്ഥാന അധ്യക്ഷനും തമ്മിലുള്ള തർക്കം തീർക്കാനുള്ള നീക്കം തുടങ്ങിയത്. ഇന്നലെ തന്നെ മുഖ്യമന്ത്രി VD സതീശനുമായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ആശയവിനിമയം നടത്തിയതാണ്. അതിന് പിന്നാലെ തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി ആശയവിനിമയം നടത്തി. ഇരുവരും തമ്മിലുള്ള തർക്കം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് സർക്കാരിന്റെ പ്രതിച്ഛായയെ ബാധിക്കുമെന്ന വിലയിരുത്തലിലേക്ക് മുതിർന്ന നേതാക്കൾ എത്തുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ KPCC അധ്യക്ഷൻ തന്നെ മുൻകൈയെടുത്ത KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറിന് മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് സമയം ഒരുക്കുന്നത്. നാളെയോ മറ്റന്നാളോ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുമായി അലോഷ്യസ് സേവ്യർ കൂടിക്കാഴ്ച നടത്തും. ഇന്ന് രാവിലെയാണ് അലോഷ്യസ് സേവ്യർ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് പുതുതായി ഒരു അപേക്ഷ നൽകിയത്. ആ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചത്. നേരത്തെ GP നിയമനവുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇങ്ങനെ ഒരു ഭിന്നതയ്ക്ക് വഴിയൊരുക്കിയത്. പിന്നീട് പരസ്യ പ്രതികരണങ്ങൾ അത് നേതാക്കൾ ഏറ്റെടുത്തു. പോർവിളിയിലേക്ക് കാര്യങ്ങൾ എത്തി. അത് പാർട്ടിയെ ബാധിക്കുന്നു, സർക്കാരിനെ ബാധിക്കുന്നു എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അനുനയ നീക്കം. മഞ്ഞുരുകുന്നതിന്റെ ഒരു സൂചനയായി തന്നെ ഇതിനെ കാണണം. ഏതായാലും നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ രാവിലെ തന്നെ കൂടിക്കാഴ്ച നടക്കും. അതോടെ പ്രശ്നങ്ങൾ അവസാനിക്കുമെന്ന പ്രതീക്ഷയാണ് KPCC നേതൃത്വത്തിന്. റോഷിബാലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ടൊരു വാർത്തയാണ്. മുഖ്യമന്ത്രി KSU തർക്കത്തിൽ മഞ്ഞുരുകുകയാണ്. അലോഷ്യസ് സേവ്യറിന് കൂടിക്കാഴ്ചയ്ക്കുള്ള അനുമതി നൽകിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുകയാണ്.